ഹായ് ഗൈസ്, ഐ എം നീരദ. ഹോപ്പ് യു ഗൈസ് നോ മീ റൈറ്റ്? ആ, അറിയാം. അല്ലെങ്കിൽ തന്നെ ചേച്ചി അറിയാത്തവർ കുറവല്ലേ? ദിവ്യ പറഞ്ഞതിന് മറുപടിയായി നീരദ ഒന്ന് ചിരിച്ചു. ദിവാംശിയല്ലേ? നീരദ ചോദിച്ചു. അതെ. എന്നെ അറിയുമോ? അറിയാം. തന്നെ മാത്രമല്ല, എല്ലാവരെയും കണ്ടിട്ടില്ലെങ്കിലും കേട്ട് നല്ല പരിചയമാണ്. അല്ല, ധ്യാൻ സാർ ഇല്ലേ ഇവിടെ? ഉണ്ട്. അപകടം പറ്റിയത് കൊണ്ട് എവിടെയും പോകാറില്ല. ചിത്തു പറഞ്ഞു. അതറിയാം. ചെക്കപ്പിനോ മറ്റോ പോയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, 2 ദിവസം കഴിഞ്ഞാ ചെക്കപ്പ്. അല്ല, താൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല? ഹരി ചോദിച്ചു. ഓ സോറി, ഞാൻ മറന്നു. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. നീരദ പറഞ്ഞു. വല്ല ഇന്റർവ്യൂ ആണോ അതോ റിപ്പോർട്ടിംഗ് ആണോ? ധ്രുവ് ചോദിച്ചു. രണ്ടുമല്ല. കേരള പോലീസിലെ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസർക്ക് അപകടം വന്ന് കിടക്കുമ്പോൾ വന്ന് കാണേണ്ടത് എന്റെ ഒരു മര്യാദയല്ലേ? അതുകൊണ്ട് വന്നതാ. ക്യാൻ ഐ സീ ഹിം? നീരദ ചോദിച്ചു. അകത്തേക്ക് വരൂ. അതും പറഞ്ഞ് ദിവ്യ നീരദയും കൂട്ടി അകത്തേക്ക് ചെന്നു. അവരുടെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അവളെ പരിചയപ്പെടുത്തി. മോളിരിക്ക്, ഞാൻ കുടിക്കാൻ എടുക്കാം, ദീപ്തി പറഞ്ഞു. വേണ്ട ആന്റി, ഞാൻ സാധനം ഒന്ന് കണ്ടിട്ട് വരാം, നീരദ പറഞ്ഞു. എങ്കിൽ മോള് ചെന്ന് കണ്ടിട്ട് വാ. ദിവി, മോൾക്ക് നിങ്ങൾ ചെന്ന് റൂം കാണിച്ചു കൊടുക്ക്, സേതു പറഞ്ഞു. ശരി ചെറിയമ്മേ, വാ ചേച്ചി. നീരദയും കൂട്ടി ദിവ്യ മുകളിലേക്ക് നടന്നു. പുറകെ ജിത്തുവും ഹരിയും ധ്രുവും. 5 ആളും കൂടി റൂമിലേക്ക് ചെല്ലുമ്പോൾ ധ്യാൻ കിടക്കുമായിരുന്നു. ഒരു ബനിയനും മുണ്ടുമാണ് വേഷം. ബെഡിൽ മലർന്നു കിടന്നു. ഒരു കൈ നെറ്റിയിൽ കുറുകെ വെച്ചാണ് കിടപ്പ്. 5 ആളും കൂടി പതിയെ അവൻ അരികിലേക്ക് ചെന്നു. ഏട്ടാ, ദിവ്യ പതിയെ വിളിച്ചത് ധ്യാൻ തലയ്ക്ക് കുറുകെ വെച്ച കൈ മാറ്റി അവളെ നോക്കി. എന്താ മോളെ? ധ്യാൻ ചോദിച്ചു. ഏട്ടനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അതും പറഞ്ഞ് ദിവ്യ തിരിഞ്ഞു നോക്കിയതും ധ്യാനും തിരിഞ്ഞു നോക്കി. ദിവ്യക്കൊപ്പം നിൽക്കുന്ന നീരദയെ കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ ഇവിടെ? നീരദയെ നോക്കി ധ്യാൻ ചോദിച്ചു. അതെന്ത് ചോദ്യമാ സാർ? ഇയാളെപ്പോലെ അപകടം പറ്റി കിടക്കുമ്പോ വന്ന് കാണേണ്ടത് എന്റെ മര്യാദയല്ലേ? നീരദ പറഞ്ഞു. ഹോ, അതുപോലൊരു മര്യാദയൊക്കെ ന്യൂസ് കേരള റിപ്പോർട്ടർ നീരദ പത്മനാഭനുണ്ടോ? ധ്യാൻ പുച്ഛത്തോടെ പറഞ്ഞു. പിന്നില്ലാതെ, അത്യാവശ്യം മാനുഷിക പരിഗണന ഉള്ള കൂട്ടത്തിൽ തന്നെയാ ഞാൻ, നീരദ പറഞ്ഞു. അവളുടെ സംസാരം പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ അത് ധ്യാനെ ബാധിക്കും എന്ന ചിന്തയിൽ അവർ അടങ്ങി. നീ എന്താ വീട്ടിൽ കയറി വന്ന് ഷോ കാണിക്കുവാണോ? ഞാൻ അവളെ നോക്കി കലിപ്പി ചോദിച്ചു. അയ്യോ, IPS ഏമാന്റെ അത്രയൊന്നും ഷോ കാണിക്കാൻ ഞാൻ ആളല്ലേ, നീരദ പുച്ഛത്തോടെ പറഞ്ഞു. ഡി പുല്ലേ, ഞാൻ അല്പം ദേഷ്യത്തെ വിളിച്ചു. ആ ഇമ്മാതിരി ഭാഷയൊക്കെ കൈ വെച്ചാ മതി, എന്നോട് ഇറക്കണ്ട. തന്റെ വിവരം അറിഞ്ഞപ്പോ മുതൽ സ്വസ്ഥത തരുന്നില്ല. സുഖവിവരം അന്വേഷിച്ച് ഹെഡ് ഓഫീസർ റിപ്പോർട്ട് നൽകണം, അതിനാണ് വന്നത്. അല്ലെങ്കിലും നിന്റെ കാര്യം അറിയാനാണല്ലോ തിടുക്കം, നീരദ വീണ്ടും പുച്ഛത്തോടെ പറഞ്ഞു. ഓ, അപ്പൊ അതാണ് ആഗമനോദ്ദേശം. എന്നാ ചെന്ന് പറഞ്ഞേക്ക് സാരമായ പരിക്കൊന്നുമില്ലെന്ന്. നട്ടല്ലതിന്റെ സ്ഥാനത്ത് തന്നെ ഒരു പ്രശ്നം വരാതെയുണ്ട്. അതുകൊണ്ട് ധ്യാൻ വർമ്മ ഇതുവരെ എന്തായിരുന്നോ അങ്ങനെ തന്നെയാകും ഇനി, ധ്യാൻ പറഞ്ഞു. ഓ ഓക്കെ, നീരദ ഒന്ന് തലയാട്ടി. ആ പിന്നെ, തട്ടിപ്പോകാൻ സമയമായിട്ടില്ല. കാലം കയറുമായി വരുമ്പോ നിന്നെ തന്നെ ആദ്യം അറിയിച്ചേക്കാം. ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കുമല്ലോ എന്റെ മരണം. ഞാൻ പറഞ്ഞു നിർത്തിയതും കവളിൽ ഒരു കര ശക്തിയിൽ പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു. വേദനയാൽ അടച്ച കണ്ണുകൾ തുറന്ന ധ്യാൻ കണ്ടു മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന നീരദയെ. അവളുടെ ദേഷ്യത്താ ചുവന്ന മുഖം കണ്ടത് ധ്യാനിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പിള്ളേരൊക്കെ ഞെട്ടി നിൽപ്പാണ്. ഒപ്പം അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ നുരഞ്ഞു പോന്തി. നിന്നെ കൊല്ലു ഞാൻ മരപ്പട്ടി. നീ ആരാടാ, സൂപ്പർമാനാണോ? അപകടങ്ങളിൽ നിന്നൊക്കെ നിസ്സാരമായി രക്ഷപ്പെടാൻ ഇങ്ങനെ പോയ നീ എന്റെ കൈ കൊണ്ട് ചാവും പട്ടി. നീരദ ദേഷ്യത്തിൽ ധ്യാനിന്റെ ബനിയന്റെ കോളറി കുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പിടിവിടടി, ഞാനൊരു പോലീസുകാരനല്ലേ, നീ എന്റെ മാനം കളയാതെ, ധ്യാൻ പറഞ്ഞു. പോടെ തെണ്ടി, അവന്റെ ഓലക്കമേലെ മാനം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കെയർഫുൾ ആയിരിക്കണമെന്ന്, എന്നിട്ട് കോലം നോക്ക്, നീരദ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറയാം, നീ ഇവിടെ ഇരിക്കും. അതും പറഞ്ഞ് ധ്യാൻ നീരദയുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ അവൻ അരികിലിരുത്തി. പിള്ളേരെല്ലാം ഇവിടെ ഇപ്പൊ ആരാ പടക്കം പൊട്ടിച്ച് എന്ന ചിന്തയിലാണ്. എന്താടാ എല്ലാം ഇങ്ങനെ നോക്കുന്നേ? കിളി പറത്തി നിൽക്കുന്ന പിള്ളേരെ നോക്കി ധ്യാൻ ചോദിച്ചു. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നേ? ധ്രുവ് ചോദിച്ചു. അതേ ചോദ്യമായിരുന്നു പിള്ളേർക്കും. പറഞ്ഞു തരാലോ, ഇവളെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നീരദ പത്മനാഭൻ, ന്യൂസ് കേരളയുടെ തുറുപ്പ് ചീട്ട്. മുന്നിൽ വന്നു പെടുന്ന എത്ര വലിയ VIP ആയാലും ഇവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കും. ദ സ്റ്റണ്ണിംഗ് റിപ്പോർട്ടർ ഓഫ് ന്യൂസ് കേരള, മിസ് നീരദ പത്മനാഭൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ പാർട്ണർ ഇൻ ക്രൈം. ധ്യാൻ ചിരിയോടെ നീരദയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ബാക്കി 4 കിളി പറത്തി നിൽപ്പാണ്. ഞാൻ നടത്തിയ ലാസ്റ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തന്നത് ഇവളാണ്. സ്പൈ വർക്ക് എന്നും പറയാം.
കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൃത്യമായി എനിക്ക് കൈമാറും. പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞാനൊരു IPS ഓഫീസറും ഇവളൊരു ജേർണലിസ്റ്റുമാണ്. ഞങ്ങളുടെ സൗഹൃദം ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഇവളുടെ അച്ഛനൊഴികെ. ഇവളുടെ സേഫ്റ്റി ഓർത്തിട്ടാണ്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവൾ വഴിയാണെന്നറിഞ്ഞ് അത് ഇവളുടെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ടാ മറച്ചു പിടിച്ചത്. സോറി. ഞാൻ എല്ലാവരെയും നോക്കി പറഞ്ഞു നിർത്തി. ആദ്യം ഒരു പരിഭവം തോന്നിയെങ്കിലും പിന്നെ സേഫ്റ്റി കൊണ്ടാണല്ലോ എന്ന ചിന്തയിൽ പിള്ളേര് പിണക്കമൊക്കെ മറന്നു. ഒപ്പം അവളുമായി പെട്ടെന്ന് തന്നെ അടുത്തു. ധ്യാനും നീരുവും തമ്മിലുള്ള സൗഹൃദം പിള്ളേർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. പരസ്പരമുള്ള അവരുടെ കെയറിങ് എല്ലാവരിലും സന്തോഷം നിറച്ചു. അവൾ അവന്റെ ഭാര്യയെ വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം പലരുടെയും ഉള്ളിൽ തോന്നി. എന്നാൽ അവർ ഇരുവരുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സൗഹൃദഭാവം അവരെ നിരാശയിലാഴ്ത്തി. അല്പം കഴിഞ്ഞതും ഋതുവും മാളും ആഹു എത്തി. ഉമ്മറത്ത് അവരെ കാത്തുന്ന പോലെ മുത്തശ്ശൻ ഉണ്ടായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ? മുത്തശ്ശൻ ചോദിച്ചു. ആ, സുഖമായിരുന്നു മുത്തശ്ശ, ഋതു പറഞ്ഞു. അവർ ഇത്ര നേരം നിങ്ങളെ നോക്കിയിരുന്നു. പിന്നെ ധ്യാൻ മോന്റെ ഒരു കൂട്ടുകാരി വന്നപ്പോൾ മുകളിലേക്ക് പോയതാ. അവരെ കൂട്ടി അകത്തേക്ക് നടക്കുന്നതിനിടെ കാർത്തികേയ വർമ്മ പറഞ്ഞു. സേതു, ദീപേ, കുട്ടികളെത്തി. മുത്തശ്ശൻ വിളിച്ചതും അമ്മമാരും മുത്തശ്ശി അടുക്കളയിൽ നിന്നും വന്നു. ആഹാ, മക്കൾ എത്തിയോ? ഇരിക്ക്, ചായ എടുക്കാം, മുത്തശ്ശി പറഞ്ഞു. ചായ മാത്രമല്ല, ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ടേ പോന്നുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ അവരെ ഒന്ന് കാണട്ടെ മുത്തശ്ശി, മാളു പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആവട്ടെ. അവർ മുകളിൽ ധ്യാനിന്റെ മുറിയിൽ കാണും, നിങ്ങൾ ചെല്ലും. ദീപ്തി പറഞ്ഞതും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ആഹു മുകളിലേക്ക് ഓടി. പുറകെ എല്ലാവരെയും ഒന്ന് നോക്കി മാളു ഋതു. സ്റ്റെയർ കയറി മുകളിലെത്തിയതും ഒരു മുറിയിൽ നിന്ന് സംസാരം കേട്ടു. അവിടെയാണ് എല്ലാവരും എന്ന് മനസ്സിലായതും ആഹു അവിടേക്ക് ഓടിക്കയറാൻ ഒരുങ്ങിയതും പുറത്തേക്ക് വന്ന ആളുമായി കൂട്ടിയിടിച്ച് രണ്ടും കൂടി താഴേക്ക് വീണു. പെട്ടെന്നുള്ള വീഴ്ചയിൽ പേടിച്ച് അവൾ ജിത്തുവിന്റെ ഷർട്ടിൽ പിടിമുറുക്കി. താഴെ നിന്ന് മുകളിലേക്ക് വന്ന ഋതു മാളുവും ഒപ്പം ശബ്ദം കേട്ട് ഓടി വന്ന ദിവ്യൻ, ധ്യാനും നീരതയും ധ്രുവം കാണുന്നത് നിലത്ത് കിടക്കുന്ന രണ്ടിനെയുമാണ്. ജിത്തുവിന്റെ മുകളിലായാണ് ആഹുവിന്റെ കിടപ്പ്. പേടിയാൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എഴുന്നേറ്റ് മാറടി കോപ്പേ! ജിത്തുവിന്റെ അലർച്ചയാണ് ആഹുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. ജിത്തുവിന്റെ നെഞ്ചിലാണ് കൊച്ചിന്റെ കിടപ്പ്, അതായത് മുഖം നെഞ്ചി തട്ടി നിൽക്കുന്ന രീതിയിൽ. കണ്ണുകൾ തുറന്നതും ആഹു ആദ്യം കണ്ട് തെന്നിമാറിയ ഷർട്ടിന്റെ വിടവിലൂടെ അവന്റെ നെഞ്ചിലെ ദേവ എന്ന ടാറ്റു ആണ്. ആഹു ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിക്കിടന്നു. പ്രത്യേക രീതിയിൽ ദേവ എന്ന് എഴുതിയ ആ ടാറ്റു കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഫീലിംഗ് തന്നെ വന്ന് പൊതിയുന്നത് അവൾക്ക് തോന്നി. ഡി! ജിത്തുവിന്റെ അലർച്ച കേട്ടതും ആഹു ഞെട്ടി ടാറ്റുവിൽ നിന്നും നോട്ടം മാറ്റി അവനെ നോക്കി. ഇങ്ങനെ കിടക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡല്ല ഞാൻ. നെഞ്ചത്ത് നിന്ന് എഴുന്നേറ്റ് മാറടി. നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കട കാലന്മാരെ. വായും പൊളിച്ച് അവരെ നോക്കി നിൽക്കുന്ന ബാക്കിയുള്ളവരോട് ജിത്തു പറഞ്ഞു. ധ്രുവ പെട്ടെന്ന് വന്ന് രണ്ടാളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്ന ആഹു ഒരിക്കൽ കൂടി അവനെ നോക്കി. കുഞ്ഞി കണ്ണുകൾ, അധികം കട്ടിയില്ലാത്ത താടിയും വീശി. അത് അവന്റെ മുഖത്ത് നന്നായി ഇണങ്ങുന്നുണ്ട്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ. പെട്ടെന്ന് ആഹു അവനിൽ നിന്നും നോട്ടം മാറ്റി. സോറി. അവനെ നോക്കാതെ താഴേക്ക് മിഴികൾ നട്ട് അവൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ജിത്തു പറഞ്ഞു. പെട്ടെന്ന് ഓടി വന്നപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു, ആഹു വീണ്ടും പറഞ്ഞു. കാണാതെ എങ്ങനെയാ കൊച്ചെ ഇത്ര കൃത്യമായി നീ എന്റെ നെഞ്ചത്തേക്ക് തന്നെ കയറിയത്? ജിത്തു പറഞ്ഞു. അതിപ്പോൾ ഏട്ടന്റെ നെഞ്ചത്ത് കയറാനാവും എന്റെ വിധി, ആഹു ഒരു ആത്മകഥം പോലും പറഞ്ഞു. എന്താ? ആഹു പറഞ്ഞതും എല്ലാം കണ്ണും തള്ളി അവളെ നോക്കി ചോദിച്ചു. അല്ല, വരാനുള്ളത് വഴി തങ്ങില്ല എന്നല്ലേ പറയാ? ഇതിപ്പോ ഞങ്ങൾ നടുവും തല്ലി വീഴണമെന്ന് ദൈവം നേരത്തെ വിചാരിച്ചു കാണും, ആഹു വീണ്ടും പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാ. അല്ലെ ഇത്ര നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കൃത്യമായി കോൾ വരാനും ആ കോൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും തോന്നുവോ? ധ്രുവാണ്. അയ്യോ! പെട്ടെന്ന് ജിത്തു ഒന്ന് നിലവിളിച്ചു. എന്താടാ? ധ്യാൻ ചോദിച്ചു. ഫോൺ. അതും പറഞ്ഞ് ജിത്തു ചുറ്റും ഫോൺ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ നിലത്ത് വീണ് കിടക്കുന്ന ഫോൺ കണ്ടതും അവൻ അത് എടുത്തു നോക്കി. കോൾ കട്ടായിരുന്നു. ഹാവ്, പൊട്ടിയില്ല. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം, ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചത്. ജിത്തു പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. എനിത്തിങ് സീരിയസ്? ധ്യാൻ ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല. ഒരു മെഡിക്കൽ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ. ഞാൻ വരാം, നിങ്ങൾ നടന്നോ. അതും പറഞ്ഞ് ജിത്തു താഴേക്ക് പോയി. അവനെ ഒന്ന് നോക്കിയ ശേഷം എല്ലാവരും ധ്യാനിന്റെ റൂമിൽ കൂടി. കളിയും ചിരിയും ആയിരുന്നു. ഇതിനിടെ പിള്ളേര് നീരതയെ പരിചയപ്പെട്ടു. ഇതിനിടയിൽ ഒന്ന് ജിത്തു അവിടേക്ക് വന്നില്ല. ഹോസ്പിറ്റൽ കാര്യം വന്നാൽ പിന്നെ അവൻ അതിന് പിന്നാലെയാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആരും ശല്യപ്പെടുത്താൻ പോയില്ല. എന്നാൽ ആഹുവിന്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ അവന് വേണ്ടി വാതിൽപ്പടിയിലേക്ക് നീണ്ടുകൊണ്ടേയിരുന്നു. ആദ്യമായി കണ്ടതാണെങ്കിൽ കൂടി അവന്റെ അഭാവം അവളെ ചെറുനോവ് നൽകുന്നതായി തോന്നി അവൾക്ക്. മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ദിവ്യ അത് കണ്ടിരുന്നു.
ഉച്ചയ്ക്ക് ദീപ്തി വന്ന് ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴാണ് എല്ലാവരും ധ്യാനിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞിരുന്നതേയില്ല. ഇടയ്ക്ക് പിള്ളേര് ദിവ്യയോടൊപ്പം ദിവ്യയുടെയും ധ്രുവിന്റെയും റൂമൊന്ന് പോയി കണ്ടിരുന്നു. പിന്നെ അല്പം കഴിഞ്ഞത് പുറത്തു പോയ നന്ദനും ദേവികയും ദേവൂട്ടനും വന്നു. അവർക്കൊപ്പം ഹരിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അതും കൂടിയായാലും ആകെ മൊത്തം ഉത്സവ പ്രതീതിയായിരുന്നു അവിടെ. അപ്പോഴും ആഹു വാതിൽപ്പടിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ അവൻ വന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നേരെ താഴേക്ക് വിട്ടു. ഡൈനിങ് ഹാളിൽ അവർക്കായി ഒരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. എല്ലാം കണ്ടത് പിള്ളേരുടെ വാ തുറന്നുപോയി. ചോറും സാമ്പാറും പച്ചടി കിച്ചടി അവിയൽ തോരൻ അച്ചാർ പപ്പട അങ്ങനെ പായസം വരെ റെഡിയായിരുന്നു. അതും കൂടാതെ ചിക്കൻ കറിയും ഫ്രൈയും ഫിഷ് ഫ്രൈ അങ്ങനെ നോൺ വെജ് വേറെ. ഇതൊക്കെ ആർക്കാ? എല്ലാം കണ്ടത് നീരു അറിയാതെ ചോദിച്ചുപോയി. നിങ്ങൾക്ക് അല്ലാതെ വേറെ ആർക്കാ? മുത്തശ്ശി പറഞ്ഞു. ഞങ്ങൾക്കോ? അതെ, എല്ലാവരും വന്നിരുന്ന് കഴിക്കാൻ നോക്ക്, സേതു പറഞ്ഞു. ഇത്രയൊക്കെ എന്തിനാ ആന്റി? ഋതു ചോദിച്ചു. നിങ്ങൾ ആദ്യമായി വരുന്നതല്ലേ, അപ്പൊ നന്നായി തന്നെ സ്വീകരിക്കണ്ടേ? ശ്രീദേവി പറഞ്ഞു. ശ്രീദേവിയെ കണ്ടത് നാലാളും സംശയത്തോടെ നോക്കി. അത് ഞങ്ങളുടെ അപ്പച്ചിയാണ്, ഹരിയുടെ അമ്മ. ഇത് അച്ഛൻ. ശ്രീദേവിയെ ശങ്കറിനെയും കാണിച്ച് നന്ദൻ പറഞ്ഞു. എല്ലാവരും അവരെ നോക്കി ചിരിച്ചു കാണിച്ചു. നിന്റെ ഭാവി അമ്മായിയമ്മയാടി. മറ്റാരും കേൾക്കാതെ ധ്രുവ രഹസ്യമായി മാളുവിന്റെ ചെവിയിൽ പറഞ്ഞു. അത് കേട്ടതും മാളു ധ്രുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. തിരിഞ്ഞു മാളുവിന്റെ കണ്ണുകൾ ഉടക്കിയത് ദിവ്യയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഹരിയിലായിരുന്നു. ഇരിക്കും മക്കളെ. മുത്തശ്ശന്റെ ശബ്ദമാണ് മാളുവിന്റെ നോട്ടം ഹരിയിൽ നിന്ന് മാറ്റിയത്. അവൾ ആരെങ്കിലും കണ്ടോ എന്ന് നോക്കി. മുതിർന്നവർ ആരും കണ്ടില്ലെങ്കിലും പിള്ളേർ സെറ്റ് മൊത്തം കണ്ടെന്ന് അവരുടെ ആക്കിച്ചിരിയിൽ നിന്നും മനസ്സിലായി. അവൾ എല്ലാവരെയും നോക്കി നന്നായി ഇളിച്ചു. ചിത്തുവേട്ടൻ എവിടെ? വിഷയം മാറ്റാൻ എന്നുള്ള മാളു ചോദിച്ചു. അപ്പോഴാണ് മറ്റുള്ളവരും അത് ഓർത്തത്. ചിത്തുവിന്റെ കാര്യം വന്നതും ആഹുവിന്റെ ശ്രദ്ധയും അവിടേക്കായി. അവ ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ, ദീപ്തി പറഞ്ഞു. ഹോസ്പിറ്റലിലോ? ഇതൊക്കെ എപ്പോ? അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, ഹരി പറഞ്ഞു. അതേതോ ഒരു മെഡിക്കൽ ഫയൽ എന്തോ ഇഷ്യൂ, അത് കൊണ്ടുപോയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളോട് പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോകേണ്ടി വന്നതാ, വിശ്വനാഥ് പറഞ്ഞു. ഓ അത് ശരി, ദിവ്യയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ വല്യച്ഛ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, വിശ്വനാഥൻ പറഞ്ഞു. ഞാനൊന്ന് മൂളി. ചിത്തുവിനെ വിളിക്ക്, ആഹാരം കഴിക്കാൻ വരാൻ പറ, രാമനാഥൻ പറഞ്ഞു. ആ ആഹു, നീ ചെന്നൊന്ന് വിളിക്കുമോ? ദേവി പറഞ്ഞു. ഞാനോ? ആഹു അന്തം വിട്ടു. ആ നീ തന്നെ, ദേവി ഭാവഭേദം ഒന്നുമില്ലാതെ പറഞ്ഞു. അത് പിന്നെ ഞാൻ എങ്ങനെ? ആഹു എല്ലാവരെയും ഒന്ന് നോക്കി. മോളെ, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ദിവ്യയും ധ്രുവിനെയും പോലെ തന്നെയാണ് നിങ്ങൾ. മോളെ ചെന്ന് അവനെ വിളിച്ചിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. ആഹു എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാ മുഖങ്ങളിലും പുഞ്ചിരിയും സമ്മതവും കണ്ടതും പുഞ്ചിരിയോടെ മുകളിലേക്ക് പോയി അവൾ പോകുന്നത് പുഞ്ചിരിയോടെ ദിവ്യ നോക്കി നിന്നപ്പോൾ ബാക്കി പിള്ളേർ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതിനവൾ കണ്ണിറുക്കി ചിരിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലായതും മറ്റുള്ളവരിലും ചിരി വിരിഞ്ഞു. ജിത്തുവിനെ വിളിക്കാനായി മുകളിലേക്ക് ചെന്ന ആഹു അവന്റെ റൂം അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ ഡോറിൽ തട്ടി വിളിച്ചു. ചേട്ടാ, ഹലോ, എല്ലാവരും ഫുഡ് കഴിക്കാൻ വിളിക്കുക, പെട്ടെന്ന് വരണേ. ഡോറിൽ തട്ടി വിളിച്ച് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആഹു തിരിച്ചു നടന്നു. സ്റ്റെയർ ഇറങ്ങുന്നതിന് മുൻപ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. വാതിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുവാണെന്ന് കണ്ടതും അവൾ വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചുപോയി. ചേട്ടാ, ഒരിക്കൽ കൂടി വിളിച്ചു നോക്കിയിട്ടും പ്രത്യേകിച്ച് അനക്കൊന്നും അകത്ത് നിന്ന് കേൾക്കാതെ വന്നതും ആഹു വാതിൽ ചെറുതായി ഒന്ന് തള്ളിയതും അത് തുറന്നു വന്നു. ആ ബെസ്റ്റ്, ഈ ലോക്ക് ചെയ്യാത്ത വാതിലിന്റെ മുന്നിൽ കിടന്നാണോ ഞാൻ ഇത്ര നേരം കഥകളി കളിച്ചത്? സ്വയമേ അതും പറഞ്ഞ് ആഹു അകത്തേക്ക് കയറി. മുറിയിൽ ആരെയും കാണാതെ വന്നതും അവൾ ഒരു നിമിഷം നിന്നു. ഇത് തന്നെയല്ലേ മുറി? ആണല്ലോ, രാവിലെ ദിവ്യ കാണിച്ചു തന്ന മുറി ഇത് തന്നെ. ഇയാൾ പിന്നെ ഇത് എങ്ങോട്ട് പോയി? ആവിയായി പോയോ? ഓരോന്ന് സ്വയം പറഞ്ഞു നിന്നപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഓ, ഇതിനകത്തിരിപ്പാണോ? വെറുതെ ആണോ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചിട്ടും കേൾക്കാഞ്ഞത്? ഓരോന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആഹു ആ റൂം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. അതിനിടയിലാണ് ഭിത്തിയിലായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ജിത്തുവിന്റെ ഫോട്ടോയിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. ഒരു വൈറ്റ് ഷർട്ടിട്ട് ബൈക്കിൽ ചാരി നിൽക്കുന്ന ഫോട്ടോ. അരികിലായി ബൈക്കിൽ ദിവ്യ ഇരിപ്പുണ്ട്. ജിത്തുവിന്റെ ഷർട്ടിലെ ആദ്യം 3-4 ബട്ടൺ ഓപ്പൺ ആയിട്ടാണ് കിടപ്പ്. അതിലൂടെ അവന്റെ നെഞ്ചിലെ ദേവ എന്ന ടാറ്റു വ്യക്തമായി കാണാം. ആഹുവിന്റെ നോട്ടം അവന്റെ നെഞ്ചിലെ ടാറ്റുവിൽ മാത്രമായി തറഞ്ഞു നിന്നിരുന്നു. അവനെ ഇവിടെ വെച്ച് ആദ്യമായി കണ്ട നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴും ആദ്യ നോട്ടം പതിഞ്ഞത് ആ ടാറ്റുവിലായിരുന്നു.
ഓരോന്നോർത്ത് അവൾ അറിയാതെ തന്നെ ആ ഫ്രെയിമിനരികിൽ എത്തിയിരുന്നു. ഏതോ ഒരു തോന്നലിൽ ആഹു കൈകൾ ഉയർത്തി അവന്റെ ചിത്രത്തിലെ ടാറ്റുവിൽ തഴുകി. പെട്ടെന്ന് ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടതും ആഹു ഞെട്ടി തിരിഞ്ഞു നോക്കി. ബാത്റൂം ഡോറിനരികിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും ആഹു ഞെട്ടി. അവളെ അവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഞെട്ടൽ അവനിലും ഉണ്ടായിരുന്നു. അതുപോലെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്റെ ഫോട്ടോയിൽ തഴുകുന്ന ആഹുവിനെ അവൻ കണ്ടിരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ജിത്തുവിന്റെ ചോദ്യമൊന്നും ആഹു കേട്ടിരുന്നില്ല എന്നതാണ് സത്യം. അവളപ്പോഴും അവനെ നോക്കി കണ്ണും മിഴിച്ച് നിൽപ്പാണ്. അവളുടെ നിൽപ്പ് കണ്ടതും ജിത്തു സ്വയം ഒന്ന് നോക്കി. ഒരു ടവൽ മാത്രമാണ് വേഷം. തന്നെ ആ കോലത്തിൽ കണ്ടിട്ടാണ് പെണ്ണ് ബോധം പോയി നിൽക്കുന്നതെന്ന് കണ്ടതും അവനിൽ ഒരു ചിരി വിരിഞ്ഞു. ജിത്തു പതിയെ അവൾക്കരികിലേക്ക് ചുവട് വെച്ചു. അപ്പോഴും ആഹുവിന്റെ നോട്ട അവനിൽ തന്നെയായിരുന്നു. തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നവളെ അവനും ഒരു നിമിഷം നോക്കി നിന്നു. അവളിൽ വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ സൂക്ഷ്മമായി നോക്കി കണ്ടു. അത്ര അടുത്ത് താൻ നിന്നിട്ടും തന്നെ നോക്കി നിൽക്കുന്നവൾക്ക് നേരെ ജിത്തു ചെറുതായി ഒന്ന് വിരലിനൊടിച്ചു. അവന്റെ ആ പ്രവൃത്തിയാണ് ആഹുവിനെ ബോധത്തിൽ കൊണ്ടുവന്നത്. ഒരു ഞെട്ടലോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും അവളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഒപ്പം ഇത്ര നേരം താൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു എന്നോർത്ത് ചമ്മലും. ഇത്ര നേരം എന്നെ സ്കാൻ ചെയ്തോണ്ട് നിന്നപ്പോ നിനക്ക് ഇത്ര ചമ്മലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അഹാന. അത് ഞാൻ ചുമ്മാ അറിയാതെ നോക്കിപ്പോയതാ. ഇങ്ങനെയൊക്കെ അറിയാതെ നോക്കുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് നീ എങ്ങനെയായിരിക്കും നോക്കുക? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ചേട്ടനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അതും പറഞ്ഞ് പോകാൻ നിന്ന ആഹുവിന്റെ കൈകളിൽ ജിത്തുവിന്റെ കൈകൾ പിടിമുറുക്കി.